ആദ്യം പ്രശ്നേനും കരച്ചിലേനും ആദ്യം പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ടെൻഷനാണ് ആവില്ല എന്നെല്ലാം പറഞ്ഞിട്ടൊരു കരച്ചിലേന്. 10ാം ക്ലാസ്സെല്ലാം പഠിക്കുമ്പോൾ ഒരു ഡോക്ടറാണെന്നുള്ളൊരു ഇതുണ്ടേന്. പിന്നെ +1 എത്തിയവരെ ബുക്കെല്ലാം കണ്ടാവും ഇല്ല എന്നുള്ളൊരു. പിന്നെ റേഡിയോളജിന് പോകണമെന്നുണ്ടായിരുന്നു പിന്നെ അതിന് തന്നെ പോവാന്ന് പറഞ്ഞോളൂ. കോച്ചിങ്ങിന് പോവാൻ 600. നിത പറയണത് വെച്ചിട്ട് നിത +2 സമയത്തൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാം. ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് +2 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പേരൻസ് എല്ലാവരും പറഞ്ഞത് നീറ്റിന് റിപ്പീറ്റ് ചെയ്തോളാൻ പറയാൻ ഒക്കെ അങ്ങനെ നിങ്ങളൊക്കെ തന്നെ പറഞ്ഞതെന്നുള്ളതാണ് നിത പറയണത്. ശരിയാണത്? ആരാ ശരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വിടാന്നൊക്കെ തീരുമാനിച്ചാരാ? നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇവക്കും ചെറിയ താല്പര്യമുണ്ട് പോണം. 10ാം ക്ലാസ്സെല്ലാം പഠിക്കുമ്പോ ഒരു ഡോക്ടറാണെന്നുള്ളൊരു ഇതുണ്ടേന്. പിന്നെ +1 എത്തിയവരെ ബുക്കെല്ലാം കണ്ടാവും ഇല്ല എന്നുള്ളൊരു. പിന്നെ അങ്ങനെ ബുക്കെല്ലാം കണ്ടു പിന്നെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നിങ്ങളാണ് വെള്ള ടെൻഷൻ അടിക്കാൻ പഠിപ്പിക്കുന്നത് അല്ലേ? കുറേ കുട്ടികളെ പഠിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പേരൻസ് ഉണ്ട്, രക്ഷിതാക്കളെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ളൊരു ജേർണിയാണ്. ഭയങ്കര ടിപ്പിക്കൽ ജേർണിയാണ്. അതായത് +2 വരെ പഠിക്കണു, +2 വരെ അങ്ങനെ ഇതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പഠിക്കാൻ വേണ്ടി വരും. വരുന്ന സമയത്ത് നിത പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പാട് വരും, സ്ട്രഗിൾ വരും, എത്തില്ല എന്ന് തോന്നും, നിർത്തിപ്പോണം തോന്നും, പഠിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടാവും, മാർക്ക് കിട്ടാത്തതിൻ്റെ. പിന്നെ ഇങ്ങനെ പഠിച്ച് റിവിഷനൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നൊന്ന് സ്ട്രോങ് ആവും. പക്ഷെ എന്തോ ഒരു സാധനത്തിൽ ഫൈനലി ഒരു കുറച്ച് വ്യത്യാസത്തിൽ മാത്രം അവിടെ പോയി തീരും. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇരിക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കടുപ്പുള്ള തീരുമാനമാണ്. ഭയങ്കര പാടാണ്. ഒരു കൊല്ലം കൂടിയല്ലേ, ഒരു വയസ്സും കൂടിയല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടത് എന്നുള്ളതാണ്? ഇവള് ഞാനിനി എന്തിനു പോകും എന്നുള്ളൊരു ഇതേ നോക്കും. ഇത് കഴിഞ്ഞേരം +2 കഴിഞ്ഞേരം അല്ല +2 കഴിഞ്ഞേരം എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നേ? 2 കൊല്ലം മുന്നത്തെ കാര്യമാണ്. എന്നാലും ഇങ്ങനെ ആലോചിക്കുക, +2 കഴിഞ്ഞ സമയത്ത് നീ ഇതെന്താ പറഞ്ഞോണ്ടിരുന്നത്, നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? റേഡിയോളജിന് പോകണമെന്നുണ്ടായിരുന്നു +2 കഴിഞ്ഞ സമയത്ത്. പിന്നെ അതിന് പോവാന്ന് പറഞ്ഞോളൂ. ആദ്യമായിട്ട് ഇങ്ങനെ ഫറൂഖ് ഗേൾസ് ഹോസ്റ്റലിൽ ഇങ്ങനെ വന്നു അവിടെ എത്തി നിന്ന് ഇനീഷ്യൽ മാസത്തിലും ഒക്കെ ഇവിടെ എങ്ങനെയായിരുന്നു ആളുണ്ടായിരുന്നത്? ആദ്യം പ്രശ്നേനും കരച്ചിലേനും ആദ്യം. പിന്നെ കരച്ചിലും പ്രശ്നം എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ടെൻഷനാണ് ആവില്ല എന്നെല്ലാം പറഞ്ഞിട്ടൊരു കരച്ചിലായിരുന്നു. അപ്പൊ ഈ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ? പറഞ്ഞേ നോക്കുക, കുറച്ച് ദിവസം അവിടെ നിന്ന് നോക്കുവാന്നെല്ലാം പറഞ്ഞു. പിന്നെ എങ്ങനെ ഇമ്പ്രൂവ് ആയത് ഈ ഒരു സിറ്റുവേഷനൊക്കെ? പിന്നെ ഒന്നും പ്രശ്നമില്ലേ. പിന്നെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇങ്ങനെ ചോദിക്കണേ, ഇപ്പം ചിലവുകൾ ഇപ്പൊ ഇവിടെ ഇല്ല, ഉപ്പ ഇവിടെ ഇല്ല, നിങ്ങൾ ഒറ്റക്കാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംഗതികളൊക്കെ ഉമ്മ എന്നുള്ള രൂപത്തിൽ നിങ്ങളെ മാനേജ് ചെയ്തു. അതെങ്ങനെ ചെയ്തോണ്ട് എന്തൊക്കെയായിരുന്നു നിങ്ങളൊരു ഇത് നിന്നോണ്ടിരുന്നത്? ഈ പറഞ്ഞാൽ മതി. ഉമ്മ എന്താ ചെയ്തോണ്ടിരുന്നത്? വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. കുറെ നേരം വർത്താനം പറയും? കുറെ നേരം സംസാരിക്കാറില്ല. ഉമ്മ എന്താ തിരിച്ചു പറഞ്ഞാൽ നിന്റെ കാര്യങ്ങളൊക്കെ പറയില്ലേ? ഇങ്ങനെ മാർക്ക് പറയാ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, പരീക്ഷ മാർക്കൊക്കെ നോക്കുമായിരുന്നു? എത്ര റാങ്കൊക്കെ ഉണ്ടാവുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? 50ന്റെ ഉള്ളിൽ ഉണ്ടാവും. 50ന്റെ ഉള്ളിൽ ഉണ്ടാവുമോ? ഒരു 20ന്റെ ഉള്ളിൽ ഉണ്ടാവും പറഞ്ഞാലോ? സന്തോഷം. നീറ്റ് ക്യാൻസൽ ആയത് എങ്ങനെയായിരുന്നു? അത് പ്രശ്നമാണ്. ഇവർക്ക് ഭയങ്കര പ്രശ്നം. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത് നീറ്റ് ക്യാൻസൽ ആയതൊക്കെ? എന്നിട്ട് അന്ന് വൈകുന്നേരം മീറ്റിംഗ് സാർ നിങ്ങളെ മീറ്റിംഗ് നിങ്ങള് ഭയങ്കര പ്രശ്നേനും കരച്ചിലേനും ഇനി എനിക്ക് ആവില്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ നിങ്ങൾ പിന്നെ വീണ്ടും വിളിച്ചേരെ ഹോസ്റ്റലിലേക്ക് പഠിക്കുന്നുണ്ട്. പഠിക്കുമല്ലോ. ഇനി എനിക്ക് പഠിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ്. ഇനി എന്താ ആവുകയെന്നുള്ള അറിയില്ലെന്നും പറഞ്ഞു. ഇനി എന്താകുകയെന്നുള്ള അറിയില്ല. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചേരാ ഇനി വരാന്നുള്ള പിന്നെ പ്രശ്നമൊന്നുമില്ല. അതിങ്ങനെ വിളിക്കുമ്പോൾ ചോദിക്കും എങ്ങനെയാണല്ലോ.
എനിക്കൊന്നും പറയാറുന്നില്ല അതല്ലേ. സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷം. ഹാപ്പി ആയിട്ട്